ലവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സ്വീറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിംഗ് ലൈറ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. ഓൺലൈനായിട്ട് വാങ്ങിയതല്ല, ഓഫ്ലൈനായിട്ട് കടയിൽ പോയി നേരിട്ട് വാങ്ങിയതാട്ടോ. സോ ഞാൻ പക്ഷേ ഓൺലൈനിൽ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് കാട്ടിലാക്കി വെച്ചതായിരുന്നു. പക്ഷേ അങ്ങനെ ഞാൻ അവിചാരിതമായി അത് ഷോപ്പിൽ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങി. അപ്പോൾ നമ്മൾക്ക് അത് അൺബോക്സ് ചെയ്യാം. കുറേ നാളായിട്ട് റിംഗ് ലൈറ്റ് ഇല്ലാതെ ഞാൻ വീഡിയോ എടുക്കാൻ കിടന്ന് കഷ്ടപ്പെടുന്നു. അതിനോട്ടെൻ്റെ ഒരു ചാർജറിൻ്റെ അഡാപ്റ്റർ ഉണ്ട്, അതിൽ വെച്ചിട്ട് ലൈറ്റിന് താഴെ വന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫോൺ എങ്ങനെ വെച്ചിരിക്കുന്നതെന്ന്. എനിക്കറിയില്ല, കണ്ടോ, ഒരു ചാർജറിൻ്റെ അഡാപ്റ്ററിലാണ് ഞാൻ ഫോൺ വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കഷ്ടപ്പാട് വെറുതെ വരുത്താൻ വേണ്ടിയിട്ട് ഒരു ട്രൈപോഡ് വിത്ത് റിംഗ് ലൈറ്റ് വാങ്ങിയത്. സോ നമുക്കിനി ഒട്ടും ലേറ്റ് ആക്കണ്ട, വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ ഡിജിടെക്കിൻ്റെ LED റിംഗ് ലൈറ്റ് ട്രൈപോഡ്. ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ ബോക്സിൽ തന്നെ നല്ല വ്യക്തമായിട്ട് അതിൻ്റെ ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ക്യാമറ മൗണ്ട് ഓപ്ഷൻസ് ആയിട്ടുള്ള ഹോട്ട് ഷൂവിനെ കുറിച്ചും പവർ ബട്ടനെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ നല്ല വ്യക്തമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ബോക്സാണ്. ബോക്സൊക്കെ നല്ല കട്ടിയുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ കല്യാണ ആൽബമൊക്കെ വെക്കുന്ന ബാഗ് ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു ബാഗ് ഉണ്ട്, ഡിജിടെക് എന്ന് എഴുതിയത് കേട്ടോ. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ റിംഗ് ലൈറ്റ് വരുന്നത്. റിംഗ് ലൈറ്റ് ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും കുറച്ചും കൂടി വലിപ്പമുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മെറ്റീരിയൽ തൊടുമ്പോൾ തന്നെ അറിയുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന്. ഇനി ഇതിൻ്റെ സ്റ്റാൻഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല നീളമുണ്ട്, അതുപോലെ തന്നെ വെയിറ്റും ഉണ്ട്. കാണുന്ന പോലെയല്ല കേട്ടോ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. എന്തായാലും അത് നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. മുമ്പ് ഒരു ട്രൈപോഡ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അത് അത്ര അങ്ങനെ വലിയ നല്ല ക്വാളിറ്റിൻ്റെ ഒന്നും വരുന്നില്ല. അപ്പോൾ അത് വേഗം പൊട്ടിപ്പോയി. പിന്നീട് ഞാൻ അവിടെയും ഇവിടെയൊക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ ഏതൊരു സാധനം വാങ്ങണമെങ്കിലും അതിൻ്റെ യൂസർ മാനുവൽ നോക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ ഇതിലും നല്ല വ്യക്തമായിട്ട് യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. അതെ, എങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്യണമെന്നും എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് എന്നൊക്കെ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു റിമോട്ട് വരുന്നുണ്ട്. അത് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ബാറ്ററി ഒന്നുമില്ല. ഇത് പിന്നെ നമ്മുടെ ഫോൺ വയ്ക്കാനുള്ള ഒരു സ്റ്റാൻഡ് ഹോൾഡറാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഈ ഒരു സ്റ്റാൻഡിൽ ക്യാമറയും വയ്ക്കാം, നമുക്ക് ഫോണും വയ്ക്കാം. അപ്പം ഈ ഒരു നോബ് വന്നിട്ട് നമ്മൾ ലോങ് ആക്കുമ്പോൾ അത് നമുക്ക് വൈഡ് ആക്കിയിട്ട് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിങ്ങനെ ഒരു ടിക് ടിക് എന്നുള്ളൊരു സൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മളത് ലോക്കായി എന്നാണ് അർത്ഥം. പിന്നെ റിംഗ് ലൈറ്റ് വന്നിട്ട് നമ്മൾ ആ ഒരു സ്റ്റാൻഡിൽ ഈ ഒരു സ്ക്രൂ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ട് വന്നിട്ട് ഫിറ്റാക്കി വയ്ക്കണം. അതുപോലെ തന്നെ റിംഗ് ലൈറ്റ് വന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് താഴോട്ടും മേലോട്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കാം. എന്നിട്ട് അത് ആ ഒരു സ്ക്രൂ വന്നിട്ട് ടൈറ്റ് ആക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇരുന്നോളും. എങ്ങനെ വേണമെങ്കിലും ആ റിംഗ് ലൈറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ കൺവേർട്ട് ചെയ്തിട്ടും ഒക്കെ വയ്ക്കാം. ഇനി ഞാൻ സ്ട്രൈറ്റ് തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ വയറ് അത്യാവശ്യം, അതായത് ഒരു മീഡിയം ലെങ്ത് ഉണ്ട് കേട്ടോ, കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു നീളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇനി ഇതിൻ്റെ ഒരു സ്റ്റാൻഡിൽ വരുന്നത് ഇതുപോലെ തന്നെ നമുക്ക് മൊബൈൽ ഹോൾഡറും അതുപോലെ തന്നെ ക്യാമറയും ഉണ്ട്. ഇതിപ്പോൾ ഞാൻ മൊബൈൽ ഹോൾഡറാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ റൈറ്റും ലെഫ്റ്റും സൈഡിലുള്ളത് നമ്മുടെ ലൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ളതാണ്. പിന്നെ ഒരു ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലൈറ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ വളരെ ലോ ലൈറ്റിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇത് ഏറ്റവും മാക്സിമം ലൈറ്റ്. പിന്നെ ഇതിൽ ഡ്യുവൽ കളറാണ് വരുന്നത്, ഒരു ഭയങ്കര വൈറ്റ് കളറും അതുപോലെ തന്നെ ഒരു വാം കളറും. പിന്നെ ഇത് ഞാൻ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ, സീ യു.